നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ജീവിച്ചിരുന്നപ്പോ നിനക്കെന്നോട് ശത്രുത കാണും. പക്ഷേ ഇനി എന്തിനാതും ചുമന്ന് നടക്കണം. നിന്റെ ലോകം വേറെ, എന്റെ ലോകം വേറെ. ഞാൻ രാധയെ ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ നിന്നോടുള്ള ഇഷ്ടം കൊണ്ട്, നിന്റെ രൂപത്തോടുള്ള പ്രേമം കൊണ്ട്. അതിനെ നീ നല്ലതായല്ലേ കാണേണ്ടത്. അവൾ ആ രാധ എന്നായാലും ഈ മേഘനാഥന്റെ കയ്യിലേക്ക് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എക്കാലവും അവളെ മറച്ചു പിടിക്കാൻ നിനക്ക് പറ്റൂ? പറ്റില്ല. നീ പ്രതിഷേധിച്ചിട്ട് ഒരു കാര്യമില്ല സുഭദ്ര. സത്യത്തിൽ മരണശേഷം ഞാൻ നിന്നോട് ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല. മറിച്ച് ഞാൻ സഹായിച്ചിട്ടേ ഉള്ളൂ. പൂജിച്ച് മന്ത്രവിധി പ്രകാരം നിന്നെ ബന്ധിച്ചിരുന്ന ആ കറുത്ത പൊട്ട് മാറ്റിയത് ഞാനാ. അതുകൊണ്ടാ നിനക്കിപ്പോഴും ഇങ്ങനെ സ്വതന്ത്രമായി നിൽക്കാൻ കഴിയുന്നത്. അതിന്റെ നന്ദി പോലും ഇല്ലാതെ നീ എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ വേട്ടയാടി നടക്കുന്നത്? അല്ലെങ്കിൽ പറ, ഇനി ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? പറ, എന്താ നിനക്ക് വേണ്ടത്? അത് ഞാൻ നടത്തിത്തരാം. എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ട. എന്താ നിനക്ക് വേണ്ടതെന്ന് എന്നെ അറിയിക്കുക. തുറന്ന് പറ, എന്താ വേണ്ടതെന്ന്. മോക്ഷം. നീയോ? നീ എന്തിനാ ഇവിടെ വന്നത്? അറിയാതെ ഉറക്കമായിരുന്നപ്പോ ആരോ സംസാരിക്കുന്ന കേട്ടു. വന്ന് നോക്കണമെന്ന് തോന്നി. പിന്നെ ഓരോന്ന് ചോദിക്കുന്ന കേട്ടപ്പോ അറിയാതെ ഉത്തരം പറയണമെന്ന് തോന്നി. അത്രയല്ലേ? നിന്നോട് ഞാൻ എന്തെങ്കിലും ചോദിച്ചോ മനുഷ്യ? നീയല്ലേ പറഞ്ഞത് സുഭദ്ര സർവശക്തയാണ്, വാഴയാണ്, ചേനയാണെന്നൊക്കെ? അവൾക്ക് മറുപടി തരാലോ. പിന്നെ എന്തിനാ ഒരു മീഡിയമായിട്ട് നീ? മീഡിയം വേണം സാറേ. അതാണ് അതിൻ്റെ ഒരു ശാസ്ത്രം. ഇനിയെങ്കിലും സാറ് വിശ്വസിക്കും. ഞാൻ പറഞ്ഞത് കള്ളമല്ല, സത്യമാണ്. മരണപ്പെട്ട ഒരു മനുഷ്യൻ്റെ ആത്മാവിന് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ. എങ്ങനെയും മോക്ഷപദം കയറുക എന്നുള്ള ലക്ഷ്യം മാത്രം. നമ്മൾ പിതൃക്കൾക്ക് ബലിയിടാറില്ലേ? എന്തിനാ അത്? മനുഷ്യനായി ജനിച്ച് ജീവിച്ച് പിരിഞ്ഞു പോയ കാലം വരെ അവരനുഭവിച്ച നിരവധി വേദനകളുണ്ട്. ആശ, നിരാശകൾ, സ്വപ്നങ്ങളും സ്വപ്നഭംഗങ്ങളും എന്നിങ്ങനെ ഒരു മനുഷ്യായുസിൽ അവർ ജീവിച്ചു തീർത്ത എല്ലാ ദിവസങ്ങളുടെയും ആകെത്തുകയ്ക്കപ്പുറം സബലീകരിക്കാനാവാതെ പോയ ആഗ്രഹങ്ങളുടെ അവസാന പൂർത്തീകരണമാണ് ബലികർമ്മം. ശരിയല്ലെന്ന് ആലോചിച്ചാൽ മതി. അതിന് സുഭദ്രാമയ്ക്ക് ബലിതർപ്പണം നടത്തിയിട്ടുണ്ടോ? അവസാനത്തെ ആ ഒരു ഉരുള ചോറിന് ഏതൊരു ആത്മാവിനെയും പോലെ സുഭദ്രാമ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? ആലോചിച്ച് നോക്ക് സാറേ. ഞാനിനി എന്താ അവൾക്ക് ബലി കൂടി ഇടണമെന്നാണോ നീ പറയുന്നത്? എന്താ വേണ്ടെന്ന് സാറ് തന്നെ തീരുമാനിക്കും. അല്ലെങ്കിൽ കൂടുതൽ അറിവുള്ള ആരോടും ചോദിക്കും. എന്തായാലും ഒരു കാര്യം മറക്കരുത്. ദുർമരണപ്പെട്ട ഒരു ആത്മാവാണ് സുഭദ്രാമയുടേത്. അതുകൊണ്ടാണ് ഈ ഗതി കിട്ടാതെ അലയുന്നതും. അവർ ജീവിച്ച ജീവിതത്തിൽ സാറിൻ്റെ ഭാര്യയായിരുന്നു എന്നതാണ് പ്രധാനം. അവർക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ കൊടുത്ത് മോക്ഷപഥത്തിലേക്ക് അയച്ചേക്കും. അതാവും എല്ലാവർക്കും നല്ലത്. അല്ലെങ്കിൽ സാറ് ഈ ഭൂമിയിൽ സുഖമായിട്ട് ഉറങ്ങില്ല. അച്ചിട്ട ഇത്രയും നേരമായിട്ടും പ്രസാദേണ്ണൊന്നും വിളിച്ചതുപോലുമില്ലല്ലോ. ഒന്നുമില്ലെങ്കിലും ഒന്ന് വിളിച്ചൂടെ? ഇത്രയും ദിവസം ഒരുമിച്ച് നടന്നതല്ലേ കൂടെ? ഇത്ര നേരമായില്ലേ? ഈ നേരത്ത് കിടന്നുറങ്ങുമായിരിക്കും.
ഞാൻ വിളിച്ച അഞ്ജലിക്കിന് ശല്യാവോ? അങ്ങോട്ട് വിളിച്ചാ ശല്യം ആവുമെന്നോർത്താ ഞാൻ വിളിക്കാത്തത്. പകരം ഇങ്ങോട്ടൊന്ന് വിളിച്ചൂടെ ആൾക്ക്? അതും ആവാലോ. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. ശല്യം വന്നെങ്കിൽ ശല്യം ആയിക്കോട്ടെ. ഇത്രയും സാന്ദ്രത്തിന്റെ ആവശ്യമൊക്കെ എനിക്കുണ്ട്. എന്നോട് കുറച്ചെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ വിളിക്കും. വിളിച്ചില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്നെ ഇഷ്ടമില്ല എന്നാ. പ്രസാദേട്ടൻ, ഇതെന്തൊരു അത്ഭുതമാ ഭഗവാനെ. ഓർത്തതേ ഉള്ളൂ, അപ്പോഴേക്കും വിളിച്ചിരിക്കുന്നു. ഹലോ പ്രസാദേട്ടാ. ആ അഞ്ജലി, അഞ്ജലി ഉറങ്ങുമായിരുന്നു. ഞാൻ വിളിച്ചത് ഡിസ്റ്റർബൻസ് ആയില്ലല്ലോ? ഏയ് ഇല്ല. സത്യം പറഞ്ഞാ ഞാൻ പ്രസാദേട്ടൻ വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഏയ് അഞ്ജലി, ഇത് വെറുതെ പറയേ. ഈ സമയത്ത് ഞാൻ വിളിക്കുന്ന പ്രതീക്ഷിക്കാൻ ഇപ്പൊ എന്താ കാര്യം? അത് പിന്നെ പെട്ടെന്ന് പ്രസാദേട്ടൻ പോയപ്പോ ഞാനിവിടെ തനിച്ചായതുപോലെ. പിന്നെ ഞാൻ ആ മുറിവിന്റെ കാര്യവും ഓർത്തു. എന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പറ്റിയതല്ലേ. അത് അന്വേഷിച്ചില്ലെങ്കിൽ നന്ദികേടാണെന്ന് കരുതിയാലോ എന്ന് കരുതി. അത് നന്ദികേടല്ല, ഇഷ്ടക്കുറവാണെന്ന് ഞാൻ കരുതും. അഞ്ജലിക്ക് സംസാരിക്കണേ, എന്നെ വിളിക്കാമല്ലോ എപ്പോ വേണമെങ്കിലും. അതിരിക്കട്ടെ, അവിടെ സേഫ് ആണല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓഹോ, ഇപ്പോഴാണല്ലേ എന്റെ സേഫ്റ്റിയെ കുറിച്ച് ബോധം വന്നത്. അപ്പൊ അത്രേ ഉള്ളൂ എന്നെ കുറിച്ചുള്ള ഓർമ്മ. ഏയ്, താൻ അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത്? തന്റെ കാര്യം ഓർക്കാതെ ഒരു നിമിഷം പോലും എനിക്ക് ഇരിക്കാൻ പറ്റില്ലടോ, സത്യം. ആഹാ, അത് ഞാൻ വിശ്വസിച്ചു. ആ അതിരിക്കട്ടെ, രാത്രി എന്താ കഴിച്ചത്? അച്ചൂട്ടിന് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? എന്തായാലും ഇത്ര രാത്രിയായിട്ട് എന്നെ വിളിച്ചല്ലോ, അന്വേഷിച്ചല്ലോ. അത് തന്നെ വലിയ കാര്യം. താങ്ക്സ്. നന്ദി പറഞ്ഞ് എന്നെ ചെറുതാക്കിയൊന്നും വേണ്ട. നമുക്ക് രണ്ടുപേർക്കും അന്യോന്യം വിളിക്കാനും അന്വേഷിക്കാനും കടമയുള്ളതാണ്. അങ്ങനെ കരുതിയാൽ മതി. അപ്പൊ ഇനി ബോറടിപ്പിക്കുന്നില്ല, കിടക്കാം നമുക്ക്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അമ്മ എന്താ ഇവിടെ? നിനക്ക് വെള്ളം വേണ്ടേ? ഓ, അത് ഞാൻ നന്നേക്കാം. അഞ്ജലിയാണോ വിളിച്ചത്? ആ അതെ. നന്നായി, ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.